വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ മക്കൾക്ക് യൂസ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പിന്നെ അവർക്ക് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയ പ്രോഡക്റ്റ് മാത്രമേ ഞാൻ ഇന്നത് പറഞ്ഞിട്ടുള്ളൂ. വേറെ കുറേ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തായിരുന്നു, പക്ഷേങ്കിൽ ഞാൻ അവർക്ക് യൂസ് ചെയ്തതിൽ നല്ലതെന്ന് തോന്നിയ പ്രോഡക്റ്റ് മാത്രമേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ പുതിയതായിട്ട് അമ്മമാരാകുന്നവർക്കും പുതിയതായിട്ട് കുഞ്ഞുങ്ങളുണ്ടായ ഉടനെ ഉള്ളവർക്കും അങ്ങനെ തൊട്ട് ഞാൻ ഇതുവരെ ഇപ്പോൾ അവർക്ക് 2.5 വയസ്സ് കഴിഞ്ഞു. അപ്പം ഇതുവരെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകളാണ് കേട്ടോ ഇതിൽ കൂടുതലും ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകുകയാണെന്നല്ലേ. കാരണം എനിക്കിതെല്ലാം എല്ലാത്തിനെയും കുറിച്ചും ഒന്നും അറിയത്തില്ലായിരുന്നു ആദ്യമായിട്ടായിരുന്നപ്പോൾ. അപ്പം ആ സമയത്ത് എനിക്കിതെല്ലാം പറഞ്ഞു തന്നതും ഇങ്ങനെ ഓരോരുത്തരും എനിക്ക് പറഞ്ഞു തന്നതാണ് ഈ ഓരോ കാര്യങ്ങൾ. കാരണം നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ അവർ യൂസ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ അറിയാവുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള കുറേ പ്രോഡക്റ്റും ഒക്കെയാണ്. അപ്പം എനിക്കിതിനകത്തിൽ ഫസ്റ്റ് ഇവർക്ക് യൂസായ പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഈ പെസിഫയർ ആയിരുന്നു. ഇത് അവർ യൂസ് ചെയ്തത് തന്നെ പെസിഫയർ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇത്രയും വൃത്തികേടായിട്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞില്ലേ, അന്ന് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. ഈ സാധനങ്ങളെല്ലാം ഇവരുടെ തന്നെയാണ് കേട്ടോ. ഇവർ കുഞ്ഞിലെ തൊട്ട് യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇതെനിക്ക് ഭയങ്കര യൂസ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തിൽ എൻ്റെ ഒരു മോള് അവള് പാല് കുടിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും അവള്. അതിങ്ങനെ എപ്പോഴും പാല് കുടിക്കാനായിട്ട്. പക്ഷെ അങ്ങനെ എപ്പോഴും നമുക്കൊരു ഫ്രീക്വന്റ് ടൈം ഇല്ലാതെ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ അത് തന്നെയല്ല, നമ്മൾ അവൾക്ക് ഇങ്ങനെ ഓവറായിട്ട് ഫീഡ് കൊടുത്തിട്ടുണ്ട് അത് വൊമിറ്റ് ചെയ്യും. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൊമിറ്റ് ചെയ്യുമായിരുന്നു അതുകൊണ്ട്. അപ്പം അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇവളെ എപ്പോഴും ഇങ്ങനെ കരച്ചില്ല, പിന്നെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പോയപ്പോൾ ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ഈ പെസിഫയർ. അപ്പം എല്ലായിടത്തും ഒക്കെ കൊടുക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മുടെ നാട്ടിൽ ചിലയിടത്തൊന്നും അവരിങ്ങനെ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ അങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞു, അപ്പോൾ എപ്പോഴും നമുക്കിങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് കുഞ്ഞിന് നല്ലതല്ല. അതുകൊണ്ട് കുഞ്ഞിൻ്റെ ഡൈജഷൻ ഒന്നും പ്രോപ്പർ. അപ്പം അങ്ങനെ വാങ്ങിച്ചൊരു സാധനമായിരുന്നു അത്. പിന്നെ അതുപോലെ ഞാൻ കുഞ്ഞ് ജനിച്ചപ്പോൾ തൊട്ട് എല്ലാവരും പറയും എനിക്ക് നെയിൽ കട്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു പേടിയായിരുന്നു കേട്ടോ. എങ്ങനെ കട്ട് ചെയ്യും? കാരണം എനിക്ക് നെയിൽ കട്ടർ ഇട്ട് ചെയ്യാൻ പേടിയാണ്. കാരണം നെയിൽ കട്ടർ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് നെയിൽ അങ്ങോട്ട് വിസിബിൾ ആയിട്ട് കാണത്തില്ലല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ എനിക്ക് ഞങ്ങളുടെ സ്കിന്നിൽ ടച്ച് ആവുക അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ഞാൻ ഈ സംഭവം വാങ്ങിച്ചത്. ഇത് ഞാൻ വാങ്ങിച്ച ലവ്ലാപ്പിൻ്റെ ആണ്. പിന്നെ ഞാൻ ഈ പറയുന്നതൊന്നും ഒരു പ്രോഡക്റ്റിന്റെ പ്രൊമോഷൻ അല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം വാങ്ങിച്ചത്. അപ്പൊ ഇതിന്റെ ഇത് കണ്ടോ, ഈ സിസറിന്റെ ഇത് കട്ട് ചെയ്യാൻ ചെറിയ ഈ ടൈപ്പാണ്. നിങ്ങൾ വാങ്ങിക്കുകയാണ് ഇപ്പൊ ഏത് കമ്പനിയാണ് വാങ്ങിച്ചാലും ഇങ്ങനത്തെ ചെറിയ സിസറിന്റെ അറ്റമുള്ള സംഭവം വാങ്ങിക്കണം കേട്ടോ. അതാകുമ്പോൾ അതിങ്ങനെ ഷാർപ്പൊന്നും അല്ല, പക്ഷെ അങ്ങനെ മുറിയത്തോ ഒന്നുമില്ല. നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഈസിയാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ കട്ട് ചെയ്യുന്നത്, ഇതും കൊണ്ട് എങ്ങനെ കട്ട് ചെയ്യും എന്ന് തോന്നുന്നവർക്ക് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം എങ്ങനെയാ കട്ട് ചെയ്യുന്നതെന്ന്. ഇതിങ്ങനെ കുഞ്ഞിൻ്റെ നെയിൽ തുടങ്ങുന്നതിൻ്റെ അവിടെയുള്ള ആ സ്കിന്ന് മാത്രമായിട്ട് ജസ്റ്റ് ബാക്കിലോട്ട് പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുകയാണ്. ഈസിയാണ് ഇത് കട്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ എനിക്ക് കുഞ്ഞുങ്ങളെ ആദ്യം ഉണ്ടായ സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. അപ്പം നെയിൽ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ എനിക്കൊരു പേടിയായിരുന്നു. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്ത് എനിക്കിത് ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. അപ്പം ഇത് ഞാൻ വാങ്ങിച്ചത് ലവ്ലാപ്പിൻ്റെ ആണ്, പക്ഷേ വേറെ പല കമ്പനിയുടെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് തെർമോമീറ്റർ. കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പനി വരാം. ആ സമയത്ത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് തെർമോമീറ്റർ. നമ്മൾ ഒരിക്കലും പനി നോക്കാതെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാതെ ഒരിക്കലും കുഞ്ഞിന് സിറപ്പൊന്നും കൊടുക്കരുത്. ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു എന്ന് വിചാരിച്ച് അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു ഡോക്ടറിനെ ഇപ്പം രാത്രി സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ ഡോക്ടറിനെ വിളിച്ച് കൺസൾട്ടേഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഡോക്ടർ ആദ്യം ടെമ്പറേച്ചർ എത്രയുണ്ടെന്ന് ചോദിക്കും. അപ്പം നമുക്ക് ഭയങ്കര ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ തെർമോമീറ്റർ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണ്, മെഡിക്കൽ പരമായിട്ട് കുറേ സാധനങ്ങൾ എനിക്ക് യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇത് നെബുലൈസർ എനിക്ക് ഭയങ്കര യൂസാണ്. കുഞ്ഞിന് എപ്പോഴും അവർക്ക് ഇങ്ങനെ ചുമയും അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ 3 പേരായതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിലോട്ടുള്ള നെബുലൈസർ കിറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം സലൈൻ ഒഴിച്ചാണെങ്കിൽ നമ്മൾ എപ്പോഴും മെഡിസിൻ തന്നെ ഒഴിച്ച് ഇത് ചെയ്യണമെന്നില്ല. നെബുലൈസേഷൻ സലൈൻ ഒഴിച്ച് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഈ സാധനം എന്ന് പറയുന്നത് ഇത് നെയ്സൽ ആസ്പിറേറ്റർ
നോസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. മൂക്കിനകത്തിൽ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ വന്നു കഴിയുമ്പോൾ മൂക്ക് അടഞ്ഞിരിക്കും, അവർക്ക് ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, രാത്രിയിൽ കിടന്നുറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ സംഭവം ഭയങ്കര യൂസാണ് നമുക്ക്. ഇത് യൂസ് ചെയ്യാനും എളുപ്പം കേട്ടോ. ഇതിൻ്റെ അതായത് ഇങ്ങനെ ജസ്റ്റ് മൂക്കിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം മൂക്കിലുള്ള അഴുക്കുകളെല്ലാം ഇതിനുള്ളിലേക്ക് കയറും. ഇതിൻ്റെ ഈ ടിപ്പ് ഭാഗം ഉണ്ടല്ലോ, അതാണെങ്കിൽ സിലിക്കോൺ മെറ്റീരിയലാണ് കേട്ടോ. അതുകൊണ്ട് അവർക്ക് വേദന എടുക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇവിടം തൊട്ട് ഒരു പ്ലാസ്റ്റിക് പോലെയാണ്. പക്ഷെ നമുക്കിതെല്ലാം ഊരി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഇത് BPA ഫ്രീ ആണ്, സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നും ഈ ടിപ്പും ഞാൻ ഇതെല്ലാം ചെയ്യാറുണ്ട്, അങ്ങനെ ഉരുകി പോവുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ലൊരു സംഭവമാണ്. ചില ദിവസങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് മൂക്കടഞ്ഞിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം അവർക്ക് നമ്മളോട് പറയാനും പറ്റില്ലല്ലോ, അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കര യൂസാണ്. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം അവരത്ര അങ്ങോട്ട് സമ്മതിക്കത്തില്ല കേട്ടോ, ഭയങ്കര മടിയാണ്. പിന്നെ നമുക്ക് സലൈൻ നെയ്സൽ ക്ലിയർ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചും നോസറിൻ്റെ ഇത് അത് ഇച്ചിരി ലൂസാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഞാൻ ഡയപ്പർ റാഷ് ക്രീം ഏതാ യൂസ് ചെയ്തത് എന്ന് കുറേ പേരെന്നോട് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഡയപ്പർ റാഷ്, ഞാൻ പലതും യൂസ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് അങ്ങനെ അധികം നമുക്ക് ഡയപ്പർ റാഷ് ഒന്നും വലുതായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ ഈ സംഭവമില്ലേ, ഇതിപ്പം എന്താ ടെഡി ബാർ, ഈ കമ്പനിയുടെ ഇത് നല്ല ഒരു ഡയപ്പർ റാഷാണ്. ഇപ്പം ഇത് പറയാൻ കാരണം എൻ്റെ സിസ്റ്ററിൻ്റെ മോൾക്ക് അവൾ ഈ ഡയപ്പർ റാഷാണ് ഉപയോഗിക്കുന്നത്. അതിന് ഒരു 279 അത്ര എങ്ങാണ്ടാന്ന് തോന്നുന്നു റേറ്റ് വരുന്നത്. പക്ഷെ നല്ല ക്രീമാണ്, ഇങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ട് പെഡി റാഷ് എന്ന് പറഞ്ഞൊരു ഡയപ്പർ റാഷ് ക്രീം യൂസ് ചെയ്തായിരുന്നു. അതും നല്ലതാണ്, പെട്ടെന്ന് ഹീലാവുന്നതാണ്. അത് അവർക്ക് ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്തതാണ്. അതും നല്ലതായിരുന്നു. ഈ ടെഡി ബാറിൻ്റെ നല്ലതാണ്. പിന്നെ വേറെ കുറേ നല്ലതുണ്ടാവും, പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതായതുകൊണ്ട് എനിക്ക് അറിയാവുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. വേറെ ഒത്തിരി ഡയപ്പർ റാഷ് ക്രീം ഉണ്ട്, പക്ഷെ ഇത് രണ്ടും എനിക്ക് ഭയങ്കര ബെറ്റർ റിസൾട്ട് ആയിരുന്നു ഇതിൽ. അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഹെഡ് പ്രൊട്ടക്ടർ അങ്ങനെയൊക്കെയുള്ള യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് എല്ലാ കുഞ്ഞുങ്ങളും വെക്കുമോ എന്നറിയത്തില്ല കേട്ടോ. ഇവിടെ ഒരാളെ വെക്കത്തുള്ളായിരുന്നു. ഒരാൾ വെച്ചാൽ തന്നെ മറ്റേ ആൾക്കാർ പോയി പിടിച്ച് വലിച്ച് കളയുകയൊക്കെ ചെയ്യുന്നതിന്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മളവർ വെക്കുമോ എന്നുള്ളതും കൂടെ നോക്കണമല്ലോ. ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട്. അപ്പോൾ അത് ഉണ്ട്. പിന്നെ ഡയപ്പേഴ്സൊക്കെ ഞാൻ പലതിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ നല്ല ഡയപ്പേഴ്സ് ഉണ്ട്. ഇപ്പോഴും ഞാൻ അവർക്ക് ഇടയ്ക്ക് ഡയപ്പർ യൂസ് ചെയ്യും. ഇടയ്ക്ക് നല്ല മിക്ക ടൈമിലും തന്നെ ഞാൻ ഇപ്പോഴും ഡയപ്പർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേങ്കിൽ അപ്പം പക്ഷെ അവർക്കങ്ങനെ ഡയപ്പർ റാഷ് അങ്ങനെ അധികം വന്നിട്ടില്ല. നമ്മളത് ആ ടൈമിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഈ ബാത്ത് ടബ്. എനിക്ക് ഭയങ്കര യൂസായിരുന്നു ഇതും. അതുപോലെ തന്നെ ഇതിനകത്തുള്ളതെല്ലാം എനിക്ക് യൂസ്ഫുള്ളാണ്. ഇവരെ കുഞ്ഞില് തൊട്ട് ഇവരെ കിടത്തി അവരുടെ ആദ്യം നമ്മളിങ്ങനെ അവരെ തുടച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളവരെ കുളിപ്പിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ടബ്. കാരണം ഒരു ടബും അതിനകത്ത് ഇങ്ങനെ കിടത്തി കുളിപ്പിക്കാനായിട്ടുള്ള ഈ സംഭവം രണ്ടും കൂടെയാണ് വരുന്നത്. ഇതും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നാട്ടിലേക്ക് വാങ്ങിച്ചതായിരുന്നു. അപ്പം നാട്ടിലായിരുന്നല്ലോ ഫസ്റ്റ്. അപ്പോൾ ആ സമയത്ത് അവിടെ വെച്ച് വാങ്ങിച്ചതാണ്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് പോരാൻ നേരം നമുക്കത് എല്ലാം കൂടെ കൊണ്ടുവരുന്നത് ഭയങ്കര ഹെവി ആയതുകൊണ്ട് ഞാൻ ഈ സംഭവം മാത്രം എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇതിനകത്ത് കിടത്തി കുളിപ്പിക്കുന്ന ഇത് മാത്രം എടുത്തുകൊണ്ട് വന്നു. പക്ഷെ ഞാൻ ടബ് ഇവിടെ വന്നു കഴിഞ്ഞ് വാങ്ങിച്ചു. കാരണം നമുക്ക് ടബും കൂടെ ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ പുറത്തോട്ട് പോകാതെ അതിനകത്തിൽ തന്നെ നിൽക്കുമല്ലോ. നമുക്ക് ജസ്റ്റ് കളയാനൊക്കെ എളുപ്പമാണല്ലോ, അങ്ങനെ വിചാരിച്ചു. ഈ ടബ് ഇല്ലെങ്കിലും ഇത് വെറുതെ ഇങ്ങനെ നിലത്ത് വെച്ചാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല. അതിൻ്റെ ആ വാക്വം വെച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് സോറി നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിരുന്നോളും. എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് അവിടുന്ന് പെട്ടെന്നൊന്നും ഇളകി വരത്തില്ല കേട്ടോ. നമ്മൾ തന്നെ വിചാരിക്കണം. കാരണം വെള്ളവും കൂടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ പെട്ടെന്ന് ഊരി വരത്തില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ മറിഞ്ഞ് വീണു പോവും അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല ഒരു ഇതാണത്. ഇപ്പം ഇവരെ കിടത്തി കുളിപ്പിക്കുന്ന സമയം കഴിഞ്ഞതുകൊണ്ട് ഇപ്പം അവർ ആ ടബ് മാത്രം യൂസ് ചെയ്യും. ഈ സംഭവം യൂസ് ചെയ്തില്ല. ഇപ്പം ഇത് എൻ്റെ അനിയത്തിയുടെ കുഞ്ഞാണ്, അവളാണ് ഇത് യൂസ് ചെയ്യുന്നത്. അവൾക്കും ഇതിൽ തന്നെയാണ് അവൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർക്ക് പല്ല് വന്നപ്പം ഞാൻ ആദ്യമേ യൂസ് ചെയ്തതാണ് ഈ ഫിംഗർ ബ്രഷ് കേട്ടോ. നമ്മൾ സാധാരണ ബ്രഷ് യൂസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ യൂസ് ചെയ്തതാണ് ഈ ഫിംഗർ ബ്രഷ്. ഇത് ഞാൻ അവർക്ക് യൂസ് ചെയ്തത് തന്നെയാണ്. അതുകൊണ്ട് ഇതപ്പടി പോയിരിക്കും, എല്ലാം പോയി. പക്ഷെ അത് ആ സമയത്ത് ഇവർക്ക് തന്നെ ബ്രഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളിങ്ങനെ കയ്യിലിട്ടിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കും. ഇതും നല്ലൊരു ഇതാണ് ഫിംഗർ ബ്രഷ്. ആദ്യമൊക്കെ അവർക്ക് ഭയങ്കര മടിയായിരിക്കും ബ്രഷ് ചെയ്യാൻ. എല്ലാ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ മടിയുണ്ടോയെന്ന് അറിയത്തില്ല.
പിന്നെ നമ്മൾ ഓരോന്നൊക്കെ പറയുകയും പല്ലിൽ ക്യാവിറ്റി വരും അങ്ങനെയൊക്കെ നമ്മൾ ഓരോ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പോൾ അവർ തന്നെത്താൻ എണീറ്റ് വരുന്നുണ്ടെങ്കിൽ തന്നെ ബ്രഷ് വന്ന് ചോദിച്ച് വാങ്ങിച്ച് പല്ല് തേച്ചോളും. ഇപ്പം സാധാരണ ബ്രഷും പേസ്റ്റും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പേസ്റ്റ് കുഞ്ഞുങ്ങളുടെ തന്നെ പേസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മീമിയുടെ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിങ്ങനെ ഡോക്ടർ റെക്കമെൻഡേഷനിൽ ഇങ്ങനെ കണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ആ സമയം ഫസ്റ്റ് ഒന്നും നമ്മൾ ബ്രഷിൽ പേസ്റ്റ് യൂസ് ചെയ്യാതെയായിരുന്നു യൂസ് ചെയ്തത്. അവർ തുപ്പാൻ തുടങ്ങുന്ന സമയം തൊട്ട് നിങ്ങൾ പേസ്റ്റ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതായിരുന്നു. പിന്നെ പിന്നെ എനിക്ക് ഏറ്റവും യൂസ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞ ഈ കൂട്ടത്തിൽ ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന സാധനമാണ് കേട്ടോ. അല്ല, ഇനി ഞാൻ പറയാൻ പോകുന്ന സാധനങ്ങളൊക്കെ ഇത് ഫോർമുല മിൽക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം കുപ്പിയിൽ പാല് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ഫസ്റ്റ് ഡോക്ടർ സജസ്റ്റ് ചെയ്തിരുന്ന കുപ്പി ഈ ഒരു ബോട്ടിലായിരുന്നു. ഫിലിപ്സ് അവൻ്റെ എന്നാണ് തോന്നുന്ന ബോട്ടിൽ, ഫിലിപ്സിൻ്റെ ബോട്ടിലായിരുന്നു. പക്ഷെ ഇതിന് ഇച്ചിരി കൂടുതലാണ് പ്രൈസ് സാധാരണ ഇതിലും. പക്ഷെ ഇതിൻ്റെ നിപ്പിളിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് ഇവർ സക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇവരുടെ വായിലേക്ക് പാല് ചെല്ലത്തുള്ളൂ. സാധാരണ നിബിളിൽ നമ്മളിങ്ങനെ വായിലോട്ട് വെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് എത്രയാണോ എമൗണ്ട് അതിങ്ങനെ കുറച്ചിങ്ങനെ വീണുകൊണ്ടിരിക്കും. പക്ഷെ ഈ നിബിളിൽ അവർ സക്ക് ചെയ്യുമ്പോൾ സമയത്ത് മാത്രമേ അത് പാല് ഉള്ളിലേക്ക് ചെയ്തുള്ളൂ. നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന അതേ ഒരു ഫീല് വരാൻ വേണ്ടി അതിനനുസരിച്ചാണ് അവരത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് അങ്ങനെയാണ്. പക്ഷെ ഞാൻ എല്ലാ ബോട്ടിലും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കങ്ങനെ എല്ലാ ബോട്ടിലും എന്ന് പറഞ്ഞാൽ നല്ല നല്ല മീമിയുടെ ആയാലും ലവ്ലാപ്പിൻ്റെ ആയാലും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ബോട്ടിൽസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയതും ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു സാധനമാണ് ഈ സാധനം, അതായത് സ്റ്റെറിലൈസർ. കാരണം അവരിപ്പോഴും പാല് കുപ്പിയിലാണ് കുടിക്കുന്നത്. പാല് മാത്രം അവർ കുപ്പിയിലാണ് കുടിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഗ്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്മെല്ല് കാണും, തിരിച്ചു തരും, അവർ കുടിക്കില്ല. അത് കാരണം അതിങ്ങനെ പതിയെ മാറ്റണം. പക്ഷെ ഞാൻ ഇപ്പോഴും അവർ കുപ്പി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കുപ്പിയിൽ, കാരണം നിങ്ങൾക്കറിയാമല്ലോ ട്രിപ്ലെറ്റ്സ് ക്വാഡ്രപ്ലെറ്റ്സ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് കുപ്പികൾ നമുക്ക് ആവശ്യം വരും. ഒരുപാട് ബോട്ടിൽസ് ആവശ്യം വരും. ഒരു ദിവസം തന്നെ 8, 9, 10 ബോട്ടിലെങ്കിലും 9 ബോട്ടിലെങ്കിലും മിനിമം 3 വെച്ച് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഒരു ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വരും. അപ്പം എനിക്ക് ഏറ്റവും എന്നെ സഹായിച്ചത് എനിക്ക് ലൈഫ് സേവറെന്നോ ടൈം സേവറെന്നോ എന്ത് വേണമെങ്കിലും പറയാം, ഈ സാധനമായിരുന്നു കേട്ടോ. ഇതിലുള്ള ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ കൂടെ കിട്ടുന്നതല്ല കേട്ടോ. ഇതൊരു മെഷറിംഗ് കപ്പാണ്. നമുക്ക് വെള്ളമൊക്കെ അളന്നെടുത്ത് കറക്റ്റ് അളവിലെടുത്തിട്ടാണ് നമ്മൾ പൊടിയിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു മെഷറിംഗ് കപ്പാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ എല്ലാ കുപ്പിയിലും അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് നമുക്ക് എടുക്കാനുള്ളത് ആ കുപ്പിയിൽ ഒരു അളവുണ്ടല്ലോ. കാരണം ആദ്യം ഫസ്റ്റ് നമ്മൾ വെള്ളം എടുത്തിട്ടാണ് എപ്പോഴും പൊടിയിടുന്നത്. അപ്പം ഓൾറെഡി അതിനൊരു അളവുണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമുക്കിതില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ സിറിഞ്ചും ഒക്കെ യൂസ് ചെയ്യും ചില. പക്ഷെ സിറിഞ്ചൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കളേഴ്സൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ വാഷ് ചെയ്തൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ എപ്പോഴും സിറിഞ്ച് മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പം അങ്ങനെയാണ്. ഇത് യൂസ് ചെയ്യാൻ പിന്നെ എളുപ്പമാണ് കേട്ടോ ഈ സ്റ്റെറിലൈസർ. ഇതിൻ്റെ ഈ സ്റ്റീൽ പോലെയുള്ള ആ തട്ടത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക നിറച്ച്. അതിനുശേഷം ഇതിൽ 6 കുപ്പികൾ വെക്കാം കേട്ടോ. 4 വലിയ കുപ്പി, 2 ചെറിയ കുപ്പി, പിന്നെ ഇതിൻ്റെ അടപ്പുകൾ മുകളിൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഓരോ പാർട്സും നമുക്ക് ഊരിയെടുക്കാം. ഓരോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുക. പിന്നെ അതിനുശേഷം ഇത് അടച്ച് വെക്കുക. പ്ലഗ് ചെയ്യുക. ഒരു 2 പിന്നാണ് പ്ലഗ് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു പ്രസ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഒരു റെഡ് ലൈറ്റ് കത്തും. അങ്ങനെ ഇത് ഓൺ ആവും. ഒരു 8 മിനിറ്റോളമാണ് ഇതിൻ്റെ ടൈം. അപ്പോൾ 8 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. അതായത് അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇത് ഭയങ്കര ഈസിയാണ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഫോർമുല മിൽക്ക് കൊടുക്കുന്ന അമ്മമാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു സാധനം തന്നെയാണ് ഫ്ലാസ്ക്, കെറ്റിൽ, ഈ കുഞ്ഞുങ്ങൾക്കുള്ള ബോട്ടിൽ, പിന്നെ അതേപോലെ സ്റ്റെറിലൈസർ. ഇത്രയും സാധനം ഞാൻ ആദ്യം മുതലേ വാങ്ങിച്ചതാണ്. ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് ഫ്ലാസ്കിൻ്റെയും കെറ്റിലിൻ്റെയും ഒന്നും ആവശ്യമില്ല. കാരണം അവർക്ക് ഇപ്പം സാധാരണ പാലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം അവർക്ക് പൊടി കൊടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അന്ന് ഞാൻ വാങ്ങിച്ചതാണ്. കാരണം ഞാൻ അധികം വലിയ ഫ്ലാസ്ക് ഒന്നും അല്ല വാങ്ങിച്ചത്. കാരണം നമുക്ക് എവിടെയെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോകുമല്ലോ. പൊടിയാണെങ്കിലും വെള്ളമാണെങ്കിലും ഒക്കെ നമ്മൾ കൊണ്ടുപോകും. പിന്നെ അവർക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അവർക്ക് മാത്രമായിട്ട് വേണം യൂസ് ചെയ്യാൻ. വേറെ ഒരാവശ്യത്തിനും വീട്ടാവശ്യത്തിനൊന്നും ഞാൻ എടുക്കാറില്ലായിരുന്നു.
പക്ഷെ നമ്മൾ ഈ ബോട്ടിൽ കൊടുത്തു കഴിയുമ്പോൾ നമ്മളോട് ഡോക്ടേഴ്സ് പറയും, നമ്മൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ നല്ലതായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ എല്ലാ സാധനങ്ങളും. പിന്നെ കുഞ്ഞിന് പല ഇൻഫെക്ഷൻസ് ഉണ്ടാവും, ഇയർ ഇൻഫെക്ഷനും പിന്നെ അങ്ങനെ പല വയറിനകത്ത് അസുഖങ്ങളൊക്കെ ഉണ്ടാവും ബോട്ടിൽ കൊടുക്കുന്ന സമയത്ത്. അപ്പം നിങ്ങൾ അതൊക്കെ സൂക്ഷിക്കണം. ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള ഓരോ അസുഖങ്ങളും നമ്മുടെ അശ്രദ്ധ മൂലം ഉണ്ടാവരുത്. അതുകൊണ്ട് അവർക്കെടുക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ തന്നെ കഴുകി വൃത്തിയാക്കി വെക്കുമായിരുന്നു. കാരണം അവരുടെ ബോട്ടിൽസ് ആയാലും എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു 9 ബോട്ടിലോളം എനിക്ക് ചിലപ്പം കാണുമായിരിക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ച് ബോട്ടിലുകൾ കാണും. പക്ഷെ എന്നാലും ഞാൻ എത്ര ഇതാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയായിരുന്നു അവരുടെ ബോട്ടിലുകൾ കഴുകി വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് വേറെ ആൾ ചെയ്യുന്നതിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എൻ്റെ നിർബന്ധം അതിപ്പം മറ്റൊരാൾക്ക് അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ഞാനോ അല്ലെങ്കിൽ ഹസ്ബൻഡായിരുന്നു, ഞങ്ങൾ രണ്ടിൽ ആരെങ്കിലും ആയിരുന്നു ഇവരുടെ ബോട്ടിലുകൾ എപ്പോഴും കഴുകുന്നതും വൃത്തിയാക്കുന്നതും. ബാക്കി എല്ലാവരും അതിന് എന്നെ അമ്മയും അമ്മായിമ്മയും ഒക്കെ വഴക്ക് പറയാറുണ്ടായിരുന്നു. ഞങ്ങൾ കഴുകിയാൽ എന്താ ശരിയാകത്തില്ല, പക്ഷെ അതുകൊണ്ടൊന്നുമല്ല, അവർ കഴുകിയാൽ ശരിയാകത്തില്ല അങ്ങനെയൊന്നും അല്ല. പക്ഷെ എൻ്റെ ഒരു നിർബന്ധം, ഞാൻ കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരസുഖങ്ങളും വരരുത്. കാരണം നമ്മൾ വേറൊരാൾ ഇത് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്, നമ്മൾ അവരെ പിന്നെ ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അല്ലേ. നമ്മൾ നോക്കാനുള്ളത് നമ്മൾ നോക്കണം. അപ്പം അത്ര കെയർ ആയിട്ടാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അവർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു അസുഖങ്ങളും അവർക്ക് വന്നിട്ടില്ല. അതുമായിട്ടുള്ള ഒരു അങ്ങനെയുള്ള ഒരു അസുഖങ്ങളും അവർക്ക് ആ സമയത്ത് വന്നിട്ടില്ല. അപ്പം ഇപ്പം ഞാൻ അവർക്ക് സാധാരണ പാലാണ് ഉപയോഗിക്കുന്നത്. അതും അവർ, ഞാൻ പറഞ്ഞല്ലോ, അവർ ഗ്ലാസ്സിൽ അങ്ങനെ കുടിക്കത്തില്ല, ഇപ്പോഴും അവർക്ക് ബോട്ടിലാണ്. പതിയെ ഇനി അത് മാറ്റി വരണം. പിന്നെ പിന്നെ ഞാൻ അവർക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ എന്നോട് എല്ലാവരും ചോദിച്ചാൽ പൊടി ഏതാ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാനായിരുന്നു. കാരണം അതെൻ്റെ ഡോക്ടർ എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ്, പീഡിയാട്രീഷ്യൻ എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് പൊടി ഫോർമുല മിൽക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ള. കാരണം ഞാൻ അത് കഴിഞ്ഞ് ഒരു സമയം കഴിഞ്ഞപ്പോൾ അവർക്ക്, കാരണം ഒരു ദിവസം ഒരു പാക്കറ്റ് വെച്ച് ഞാൻ എൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പതിയെ അവർക്ക് വേറെ പൊടിയിലോട്ട് മാറ്റിയായിരുന്നു. ആ സമയത്ത് പക്ഷെ അവർക്കത് പിടിക്കുന്നില്ലായിരുന്നു, ചെറിയ ലൂസ് മോഷനും അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തിരിച്ച് ഞാൻ തന്നെയായിരുന്നു അവർക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു 1.5 വയസ്സ് വരെ, 1.5 വയസ്സ് വരെ അവർക്ക് ഈ അത് കഴിഞ്ഞിട്ടാണ് പശുവിൻ പാൽ സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ അവർക്ക് ഈ പൊടി തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റാണ്, എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. എനിക്കുള്ള അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. പിന്നെ പിന്നെ നമ്മുടെ ഡോക്ടേഴ്സ് നമുക്ക് റെക്കമെൻഡ് ചെയ്യുമല്ലോ, അതും കൂടെ നോക്കണം. ഇപ്പം എനിക്ക് ഈ പീഡിയാട്രീഷ്യൻ റെക്കമെൻഡ് ചെയ്തതാണ് ഇത്. ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ അവർ ജനിച്ചപ്പോൾ തൊട്ട് ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പല പല കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ, നമുക്ക് ഡ്രൈ മാറ്റ് ആണെങ്കിലും അത് പിള്ളേർക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. ബെഡൊന്നും അതായത് യൂറിനൊന്നും ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി ഇടുന്ന ഡ്രൈ മാറ്റ്, അങ്ങനെ ബെഡിൻ്റെ കവർ, അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതൊന്നും ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ അവർ അക്ഷരങ്ങളും ഒക്കെ വായിച്ചും പഠിച്ചും ഒക്കെ ഐഡൻറ്റിഫൈ ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഇത് ആമസോണിൽ നിന്ന്. ഒരു 10 ബുക്കാണോ 12 ബുക്കാണോ ഉണ്ടായിരുന്നു. അത് ഭയങ്കര നല്ല ബുക്സ് ആയിരുന്നു കേട്ടോ. കാരണം ഇപ്പം ഇതിൻ്റെ ഈ നമ്പേഴ്സും 1-2 ബുക്കേ ഉള്ളൂ, ബാക്കിയൊക്കെ അവർ കീറി. പക്ഷെ അങ്ങനെ പെട്ടെന്നൊന്നും അത് കീറിപ്പോകുന്ന ടൈപ്പ് അല്ല, നല്ല കട്ടിയുള്ള ബുക്കാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ 3 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കും. അതായത് ഒരാൾ നമ്പേഴ്സ് എടുത്താൽ 3 പേർക്ക് നമ്പേഴ്സ് വേണം, ഒരാൾ ആനിമൽസ് എടുത്താൽ 3 പേർക്ക് ആനിമൽസ് വേണം. അപ്പം അങ്ങനെ ഇവർ പിടിച്ച് വലിച്ചൊക്കെ ഇത് കുറേ കീറിയിട്ടുണ്ട്. അല്ലാതെ എന്താ, അവർ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചത് കീറിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ നല്ല കട്ടിയുള്ള ബൈൻഡിങ്സ് ഒക്കെയാണ് ഇത്. അത് എന്ത് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും ഇങ്ങനെ ഒടിയുക പോലും ഇല്ല, അത്രയ്ക്ക് നല്ലതാണ്. കാരണം ഒരാൾ തന്നെയാണെങ്കിൽ അത്രയൊന്നും നശിപ്പിക്കത്തില്ലെന്ന് തോന്നുന്നു, പക്ഷെ ഇവരത് നശിപ്പിച്ച് കളഞ്ഞു. ഒരു എല്ലാം ഇതൊക്കെ എങ്ങനെ അത് അവർ വലിച്ചു പറിക്കുന്നതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. പക്ഷെ അത്രയ്ക്ക് അവരെ ഇത് കളഞ്ഞു. അത് നല്ലൊരു സാധനമായിരുന്നു. പിന്നെ ഞാൻ ഈ അടുത്തിടയിലായിട്ട് വാങ്ങിച്ച ഒരു സാധനമാണ് ഈ ബോർഡ്. ഇതൊരു 3 ബോർഡ് വരും. ഒന്ന് ഇങ്ങനെ ഷേപ്സ് ഒക്കെ വരും, പിന്നെ ഒരു നമ്പേഴ്സ്, പിന്നെ ഒരു ആൽഫബറ്റ്സ്, അങ്ങനെ 3 ബോർഡ് വരും. അതൊരു വുഡൻ ഒരു ഇതാണ്, വുഡൻ പോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മണ്ടയ്ക്കൊരു കോട്ടിങ് പോലെയാണ് തോന്നുന്നത്. അതൊക്കെ ഇപ്പോൾ അവർ ഇങ്ങനെ വലിച്ചു പറിച്ചൊക്കെ കളയാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇതവർക്ക് നല്ല ഒരു ഇതാണ് കേട്ടോ. ഷേപ്സ് പഠിക്കാനും എന്താ ആൽഫബറ്റ്സ് പഠിക്കാനും 1, 2, 3 ഒക്കെ ആണെങ്കിലും പിന്നെ പ്ലസ്, മൈനസ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ചിലത് ഇത് കണ്ടില്ലേ മൈനസ് ഒക്കെ ഇതുപോലെ ചെറുതാണ്. അപ്പം അത് കുഞ്ഞുങ്ങൾ വായിലിടാൻ നോക്കണം കേട്ടോ. ചില കുഞ്ഞുങ്ങൾ ഇതൊക്കെ എടുത്ത് വായിലിടും. അപ്പം അങ്ങനെ വായിലിടരുത്. അപ്പം നമ്മുടെ സൂപ്പർവിഷനിൽ തന്നെ വേണം ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും. അപ്പം അങ്ങനെ വായിലിടാൻ നോക്കിക്കോണം. അങ്ങനെ വായിലിട്ടാൽ ചെറിയ ചെറിയ ചില അക്ഷരങ്ങളൊക്കെ ചിലപ്പോൾ വിഴുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതൊന്ന് നോക്കണം. പിന്നെ ദേ ഇതിങ്ങനെ ലെയർ ലെയർ പോലെയാണ് നമ്മളെ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാകത്തില്ല. പക്ഷെ ഇവരിതിന്റെ പുറത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ വലിച്ച് സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ്. കുപ്പിയിലിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഈ അക്ഷരങ്ങളൊക്കെ. ബാക്കി ബോർഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൊടുക്കത്തില്ല. പിന്നെയും ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു കേട്ടോ. സേഫ്റ്റി ലോക്ക്, സേഫ്റ്റി ഗേറ്റ്. സേഫ്റ്റി ഗേറ്റിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു സാധനമാണ്. ഞാൻ പല വാതിലിൻ്റെ അവിടെ അത് മാറ്റി മാറ്റി വെക്കാറുണ്ട്. അതായത് ഫ്രണ്ടിലെ ഡോറിൻ്റെ അവിടെ ആണെങ്കിൽ ഇപ്പം ഞാൻ ഇടയ്ക്കെടുത്ത് ഫ്രണ്ടിലെ ഡോറിൻ്റെ അവിടെ വെക്കും. പിന്നെ കാരണം അവർ ഫ്രണ്ടിൽ ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടണമെങ്കിലൊക്കെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ കുറച്ച് ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചണിൻ്റെ അവിടെ വയ്ക്കും. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വേറെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുക്കലോട്ട് പെട്ടെന്ന് ഇവർ ഓടിപ്പോവുകയും വഴക്കുണ്ടാക്കാതെ ഒക്കെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ അവിടെ വേണമെങ്കിലും നമുക്ക് റൂമിൻ്റെ വാതിലിൻ്റെ അവിടെയും ഒക്കെ എടുത്ത് വെക്കാം. അത് ഭയങ്കര